ആഴ്ചയ്ക്ക് വിശുദ്ധ വാരം അല്ലെങ്കിൽ പീഡാനുഭവ വാരം എന്ന് പറയും. ഓശാന ഞായറാഴ്ചയോടുകൂടിയാണ് പീഡാനുഭവ വാരം ആരംഭിക്കുന്നത്. ഓശാനയ്ക്ക് കർത്താവിൻ്റെ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള രാജകീയ പ്രവേശനമായിരുന്നു. യേശുവിനെ രാജാവായിട്ട്, രക്ഷകനായിട്ട്, വിമോചകനായിട്ട് ജെറുസലേം നിവാസികൾ, പ്രത്യേകിച്ച് അവിടുത്തെ ആരാധനാ സമൂഹം, അവിടുത്തെ പട്ടിണി പാവങ്ങളായിട്ടുള്ള മനുഷ്യർ അവരുടെ വിമോചകനും രക്ഷകനുമായിട്ട് സ്വീകരിക്കുന്ന പെരുന്നാളാണ് ഓശാന പെരുന്നാൾ. യേശു സ്ഥാപിച്ച ഒരു പെരുന്നാളല്ല പെസഹ. യഹൂദന്മാരുടെ പാരമ്പര്യത്തിലുള്ള ഒരു പെരുന്നാളായിരുന്നു പെസഹ എന്ന് പറയുന്നത്. അത് അവരുടെ ഒരു വിളവെടുപ്പ് മഹോത്സവമായിരുന്നു. അങ്ങനെ ഈ പെസഹ പെരുന്നാളിൽ കർത്താവ് പുതിയ നിയമത്തിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ നിവർത്തിക്കുന്നുണ്ട്. ഒന്ന്, ഓശാനയ്ക്ക് രാജാവായിട്ട് ഒരു കുതിരപ്പുറത്ത് നിലം തൊടാതെ ജെറുസലേമിലേക്ക് വന്ന ഈശോ പെസഹായുടെ അന്ന് നിലത്ത് കുമ്പിട്ട് കടന്ന് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. അതിൻ്റെ അർത്ഥം, ഒന്ന്, ഒരു ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കേണ്ട ഒരു ജീവിത മാതൃകയാണ് കർത്താവ് പെസഹായിൽ കാണിച്ചു തരുന്നത്. ഒന്ന് വിനയം, ലാളിത്യം, ശുശ്രൂഷ, അതുപോലെ കഴുകൽ. അതൊരു വിശുദ്ധീകരണത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിക്കണം. ഈ ഒരു സന്ദേശമാണ് ഈ കാലുകഴുകലിലൂടെ കർത്താവ് ലോകത്തിനും പ്രത്യേകിച്ച് തൻ്റെ ശിഷ്യഗണത്തിന്, ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് മറ്റെല്ലാ ഗുരുക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഒരു വിനയത്തിൻ്റെ, എളിമയുടെ, ലാളിത്യത്തിൻ്റെ, ശുശ്രൂഷയുടെ മാതൃക ഈ പാദം കഴുകലിലൂടെ ലോകത്തിന് നമുക്ക് കാണിച്ചു തരുന്നത്. രണ്ടാമതായിട്ട് പെസഹ പെരുന്നാളിൽ സംഭവിക്കുന്നത്, യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പെസഹായുടെ അർത്ഥം പാസ് ഓവർ, കടന്നുപോകൽ എന്നാണ്. അതിനൊരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ചും വേദപുസ്തകത്തിൽ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അത് നമ്മൾ വായിക്കുന്നു. ഇസ്രായേൽ ജനം ഈജിപ്തിൽ ഫറവോ രാജാവിൻ്റെ അടിമത്തത്തിലായിരുന്നു. അടിമത്തെന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ അവർ വളരെ
ഒരു നരകതുല്യമായ ജീവിതം നയിച്ച് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം അവരെ മോചിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അതിനായിട്ട് മോശയെ അവരുടെ നേതാവായിട്ട് ദൈവം തിരഞ്ഞെടുത്തു. മോശ എന്ന് ഫറവോനോട് പറഞ്ഞു, എൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ ജനത്തെ വിട്ടുതരണം. ഫറവോൻ ആദ്യം വിടാൻ തയ്യാറായി, പക്ഷേ പറഞ്ഞു വിട്ടില്ല. കാരണം ഇവരായിരുന്നു ആ നാട്ടിലെ അടിമവേലക്കാർ. ഇവർ പോയാൽ പിന്നെ ആരും ഈ ജോലിയൊക്കെ ചെയ്യും. അതായിരുന്നു ഫറവോയുടെ ചിന്ത. അങ്ങനെ ഫറവോൻ അവരെ വിട്ടില്ല. അപ്പോൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത് ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് 9 ശിക്ഷകൾ ഈ ഈജിപ്തുകാരുടെ മേൽ ദൈവം അയച്ചു എന്നുള്ളതാണ്. എന്നിട്ടൊന്നും ഫറവോ വിടാൻ തയ്യാറായില്ല. അവസാനത്തെ ഒരു ശിക്ഷയായിട്ടാണ് വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അവരുടെ ആദ്യജാതന്മാരെ സംഹരിക്കുന്നു. അപ്പോൾ സംഹാരദൂതൻ ഈജിപ്തിലൂടെ യാത്ര ചെയ്യും. ഇസ്രായേൽക്കാർക്ക് നേരത്തെ വെളിപ്പെടുത്തി കൊടുത്തു, അവരുടെ കട്ടളപ്പടികളിൽ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കണം, അവർ തിടുക്കത്തിൽ ഈ പെസഹ കുഞ്ഞാടിനെ കൊന്ന് ചുട്ട് ഭക്ഷിക്കണം, പെസഹ അപ്പം ഭക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംഹാരദൂതൻ ഈ വീടുകളിലൂടെ കയറി ഇറങ്ങുമ്പോൾ കട്ടളപ്പടിയിൽ രക്തം തളിച്ച വീടുകളെല്ലാം ഇസ്രായേൽക്കാരുടെ ഭവനം, അവരൊക്കെ രക്ഷപ്പെട്ടു. ഈജിപ്തിലെ ആദ്യജാതന്മാർ വധിക്കപ്പെട്ടു. അപ്പോഴാണ് ഫറവോ എത്രയും പെട്ടെന്ന് ഇവർ രക്ഷപ്പെട്ടോളം പറഞ്ഞു. അങ്ങനെ അവർ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് തേനും പാലും ഒഴുകുന്ന കനാൻ നാട്ടിലെ ലക്ഷ്യമാക്കി യാത്രയാകുന്നതാണ്. അപ്പോൾ ഈ സംഹാരദൂതൻ്റെ കടന്നുപോകൽ, അതിനെ അനുസ്മരിച്ചാണ് ഇവർ കടന്നുപോകൽ എന്ന് പറയുന്നത്. ശരിക്കും അവർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള ഒരു കടന്നുപോകൽ, പ്രവേശനം, അതാണ് പഴയ നിയമത്തിൽ പെസഹയിൽ നടക്കുന്നത്. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഈ കടന്നു പോകലല്ല, ശരിക്കും കടന്നു വരലാണ്. യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് കടന്നു വരാൻ വേണ്ടിയിട്ടാണ്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. അതാണ് കർത്താവിൻ്റെ പ്രഖ്യാപനം. അതാണ് കർത്താവ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കർത്താവ് കൂദാശ സ്ഥാപിക്കുകയാണ്. വിശുദ്ധ കുർബാന കൂദാശ സ്ഥാപിക്കുകയാണ്. എന്നും ജീവനോടെ ഈ മനുഷ്യരാശിയുടെ ഭാഗമായിട്ട്, അവരുടെ ജീവൻ്റെ, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവരോട് കൂടെ വസിക്കാൻ. ശരിക്കും ജനന സമയത്ത് യേശുവിൻ്റെ ജനനത്തെ പരാമർശിച്ചല്ലോ. ഇമ്മാനുവേൽ എന്നാണ് യേശുവിൻ്റെ ജനനത്തെ പേര്. ദൈവം നമ്മോടുകൂടെ. വിശുദ്ധ കുർബാന അത് തന്നെയാണ്. ദൈവം നമ്മോടുകൂടെയാണ്. ആ ദൈവത്തെ നമ്മൾ സ്വന്തമാക്കുന്നതും നമ്മളെ ദൈവം സ്വന്തമാക്കുന്നതും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയാണ്. അപ്പം അതിനായിട്ട് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം, ലോകാവസാനത്തോളം ഇത് നിർവഹിക്കണമെന്ന് ശിഷ്യന്മാരോട് പരമേൽപ്പിച്ച്, അങ്ങനെ കുർബാന സ്വീകരിച്ചുകൊണ്ട് നമ്മളൊക്കെ യേശുവിനെ പോലെ ഒരു ദൈവമനുഷ്യരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കണം, മാറണം. അതുകൊണ്ട് യേശുവിന് ശരിക്കും മനുഷ്യരോട് കൂടെ ജീവിച്ച് മതിയായിട്ടില്ല ഈ 33 വർഷം കൊണ്ട്. അതുകൊണ്ടാണ് കുർബാന സ്ഥാപിച്ച് ലോകാവസാനത്തോളം നമ്മുടെ കൂടെ ജീവിക്കാനായിട്ട് യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. പെസഹ പെരുന്നാൾ നടക്കുന്ന രണ്ടാമത്തെ കാര്യം വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യത്യന്വേഷമാനേക്കാൾ വലിയവനല്ല, അയക്കപ്പെട്ടവനേക്കാൾ വലിയവനല്ല. ഇക്കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങളതനുസരിച്ച് പ്രവർത്തിച്ചാലും പിടിക്കുക. നിങ്ങളെല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. എൻ്റെ ഒപ്പം ഭക്ഷിക്കുന്നവ എനിക്ക് അധികാരികൾക്ക് പ്രതികരിച്ച് പൂർത്തിയാകുകയും അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ വിശ്വസിക്കുന്നതിനാണ് സംഭവിക്കുന്നതിന് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ശ്രേഷ്ഠതയെ താഴ്ത്തി മന്മയരെ കരുണിയ സർവേശ കൃപയായ ആരാധന വൃന്ദത്തിൽ
ഭാഗ്യവാന്മാരായ ശിഷ്യന്മാരുടെ കാര്യങ്ങളിലുണ്ട്. ശിഷ്യന്മാരായി വർദ്ധിച്ച് ഇപ്രകാരം സ്നേഹപൂർവ്വം പരസ്പരം കാരുണ്യം പറഞ്ഞവരെ പ്രതിഷ്ഠിച്ചു. കർത്താവേ, കർത്തൃകൽപ്പന നിറവേറ്റുകയും കാരുണ്യം ചെയ്യുന്നതിനാൽ അവരുടെ സ്നേഹങ്ങളുടെ വിജയങ്ങളെ നയിക്കുകയും ഞങ്ങളുടെ ആത്മഹത്യങ്ങളിൽ വസിക്കുകയും ചെയ്യണമേ. അവരുടെ കൃപാനങ്ങളിൽ ആവസിക്കണമേ. അവരുടെ കരുണയാൽ പരിപൂർണ്ണരാകുകയും അവരുടെ ദയാത്മാവിനെ പ്രാപിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പെസഹ തിരുനാൾ നടക്കുന്ന മൂന്നാമത്തെ കാര്യം, കർത്താവ് പൗരോഹിത്യം സ്ഥാപിക്കുന്നത് ഈ പെസഹ തിരുനാളിലാണ്. ശരിക്കും ഈ മുക്കുവന്മാരായ ശിഷ്യന്മാർ ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു അവർ 3 വർഷക്കാലം കൂടെ കൊണ്ടു നടന്ന് തൻ്റെ ദൈവിക രഹസ്യങ്ങളൊക്കെ പഠിപ്പിച്ച് താൻ മരിക്കുന്നതിന് മുൻപ് തൻ്റെ ഈ രക്ഷണീയ വ്യാപാരം യേശുക്രിസ്തു ഈ ലോകത്തിൽ നിർവഹിച്ച അതേ ദൈവിക രഹസ്യങ്ങൾ പൗരോഹിത്യത്തിലൂടെ തുടരണം. അതിനുവേണ്ടി തൻ്റെ തന്നെ പൗരോഹിത്യം ശിഷ്യന്മാർക്ക് യേശു നൽകുകയാണ്. പുരോഹിതൻ ആ വാക്കിൻ്റെ അർത്ഥം പുരോഭാഗത്ത് നിൽക്കുന്നവൻ, മുൻപിൽ നിൽക്കുന്നവൻ എന്നൊക്കെയാണ്. അപ്പോൾ ജനങ്ങളെ നയിക്കുക, ജനങ്ങളെ പഠിപ്പിക്കുക, ജനങ്ങളെ വിശുദ്ധീകരിക്കുക, അതൊക്കെയാണ് പൗരോഹിത്യ ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ശിഷ്യന്മാരെ പെസഹ പെരുന്നാളിൽ ജെറുസലേം മാളികയിൽ വെച്ച് ഈശോ പുരോഹിതന്മാരായിട്ട് അവരോധിക്കുകയാണ്. അങ്ങനെ യേശു സ്ഥാപിച്ച ആ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയാണ് അപ്പസ്തോലന്മാരിലൂടെ ഇങ്ങനെ കൈവെപ്പ് വഴിയായിട്ട് മാർപ്പാപ്പന്മാരിലൂടെ മെത്രാപ്പൊലീത്താമാരിലൂടെ ഇന്നും സഭയിൽ തുടരുന്നത്. അന്ന് യേശുക്രിസ്തു നൽകിയ ആ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്, സഭയിലെ എല്ലാ പുരോഹിതന്മാർക്കും കിട്ടിയിരിക്കുന്നത്. എന്തിനാണ് പുരോഹിതന്മാർ ഈശോനെ പോലെ ഈ വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെ എളിമയുടെയൊക്കെ മാതൃക പിഞ്ചൊന്നുകൊണ്ട് ലോകാവസാനത്തോളം വിശുദ്ധ കുർബാന ബലി അർപ്പിച്ച് ഒരു ബലിയുടെ ജീവിതം നയിച്ച് ദൈവത്തെ ലോകത്തിന് കൊടുക്കണം, ദൈവത്തെ മനുഷ്യർക്ക് പ്രദാനം ചെയ്യണം, എന്നിട്ട് മനുഷ്യരെ ദൈവമനുഷ്യരാക്കി രൂപപ്പെടുത്തണം. അതിന് ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുകയാണ് ഈ പെസഹ തിരുനാൾ. അങ്ങനെ ശിഷ്യന്മാരെ പുരോഹിതരാക്കി ഇന്നും സഭയിലൂടെ ഈ പുരോഹിത ശുശ്രൂഷ, പൗരോഹിത്യ ശുശ്രൂഷ നിലനിന്ന് വരികയാണ്.
ദൈവമായ കർത്താവേ, വെള്ളത്താലുള്ള ഈ കഴുകൽ മൂലം സകലവിധ കാഠിന്യത്തിൽ നിന്നും ആകൽക്കർസായുടെ സകലവിധ ദുഷ്ടതയിൽ നിന്നും പാപത്തിന്റെ എല്ലാവിധ അടുക്കിൽ നിന്നും മാലിന്യത്തിൽ നിന്നും വെടിപ്പാക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കണം. ഞങ്ങളുടെ കർത്താവും നിത്യദൈവവുമേ, അസൂയ, അഹങ്കാരം, കോപം, വിദ്വേഷം മുതലായ വികാരങ്ങളിൽ നിന്നും ആയുഷ്പര്യന്തം ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. മോറൻ വലോഹാൻ ലവൽമീ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയോട് പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങളിൽ നിന്ന് നേടിപ്പാക്കണമേ. ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. ഞാൻ പാപം ചെയ്തു, ഞാൻ ചെയ്തു. അതിന്റെ നീതീകരിക്കപ്പെടുകയും ചെയ്യാനായിട്ടുണ്ടേ. ഞാൻ അനുഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു, അറിയിച്ചു. സ്വഭാവം എന്റെ മേൽ നീ തളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്റെ നീ വെണ്മയാകണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. സന്തോഷം തൃപ്തിയാകണമേ. സന്തോഷിക്കും. എന്റെ പാപമെല്ലാം തിരുമോന്തരിച്ച് എന്റെ രക്തങ്ങളൊക്കെയും ആവശ്യങ്ങളെ സ്ഥിരതയുടെ ആത്മാവേ, എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. തള്ളിക്കളയരുതേ, എന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നടക്കുകയും വരരുതേ. പെസഹ പെരുന്നാളിൽ നടക്കുന്ന നാലാമത്തെ കാര്യം, ഈശോ ഈ സെഹിയോൻ ഊട്ടുശാലയിൽ വെച്ച് പൗരോഹിത്യം സ്ഥാപിച്ചിട്ട്, വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് അവരുടെ പാദങ്ങൾ കഴുകി അവർക്കൊരു പുതിയ കൽപ്പന കൊടുക്കുകയാണ്. കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ശരിക്കും ഒരു ക്രിസ്തു ശിഷ്യന് ഒറ്റ പ്രമാണമേ ഉള്ളൂ, ഒരു കൽപ്പനയേ ഉള്ളൂ, അത് സ്നേഹമാണ്. എല്ലാ കൽപ്പനകളും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. നിങ്ങൾ സ്നേഹിക്കണം എന്ന കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. ആധുനിക ലോകത്തിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ച് പേര് അവിടെ സ്നേഹിച്ചു, കുറച്ച് പേര് ഇവിടെ സ്നേഹിച്ചു, അങ്ങനെ സ്നേഹിച്ചു, വസ്തുക്കളെ സ്നേഹിച്ചു, അങ്ങനെയാണ്.
കർത്താവ് ഒരു വിഭാഗീയതയുമില്ലാതെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ശത്രുക്കളെയും മിത്രങ്ങളെയും എല്ലാ മനുഷ്യരെയും, അത് ജാതി മത വർഗ ഭാഷ വ്യത്യാസമില്ലാതെ, അത് ജീവജാലങ്ങളാണെങ്കിലും പ്രകൃതിയാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കണം. അതുവഴിയായിട്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിരിക്കും. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പെസഹ തിരുനാളിൽ ഇങ്ങനെ സ്നേഹത്തിൻ്റെ മനുഷ്യരായിട്ട് മാറാനുള്ള ആഹ്വാനം, സ്നേഹം പങ്കുവെച്ചു കൊടുക്കാനുള്ള ഒരു ആഹ്വാനമാണ് കർത്താവ് ഈ പെസഹ തിരുനാളിൽ നൽകുന്നത്. കർത്താവ് 3 ആണികളിൽ തൂങ്ങി മരിക്കുകയാണ്, പാടുപീഡകൾ സഹിച്ച് മരിക്കുകയാണ്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് കാൽവരിയിൽ നമ്മൾ കാണുന്നത്. കാൽവരിയിൽ നടക്കാനിരിക്കുന്ന ബലിയുടെ ഒരു മുന്നാസ്വാദനമാണ് കർത്താവ് ജെറുസലേം കൂട്ടുശാലയിൽ ബലിയായിട്ട് സ്വയം സമർപ്പിച്ച്, ഇത് എൻ്റെ ശരീരം, ചിന്തപ്പെടാൻ പോകുന്ന എൻ്റെ ശരീരം, എൻ്റെ രക്തം എന്ന് പറഞ്ഞ് ബലി സമർപ്പിച്ചിട്ട് ഈ സ്നേഹത്തിൻ്റെ പ്രമാണം. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അത് ത്യാഗം ഏറ്റെടുത്തുകൊണ്ടുള്ള സ്നേഹമാണ്, വേദന ഏറ്റെടുത്തുകൊണ്ടുള്ള സ്നേഹമാണ്. നമ്മളൊക്കെ ചിലപ്പോൾ നമ്മുടെ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒരു ത്യാഗം വേദനയൊക്കെ ഏറ്റെടുത്തേക്കാം. പക്ഷേ അങ്ങനെ ഒന്നും നോക്കാതെ എല്ലാ സകല മനുഷ്യകുലത്തിനു വേണ്ടി ത്യാഗം വേദനകൾ സഹിച്ച് ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ സ്നേഹം നമുക്കായിട്ട് യേശു പ്രകടിപ്പിച്ച് നൽകുകയാണ്. ശരിക്കും ഈ പീഡാനുഭവവാരം, വിശുദ്ധവാരം നമ്മൾ മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച്, ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മുടെ ദൈവസങ്കല്പം വെളിപ്പെട്ട് കിട്ടുകയാണ്. നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്, കരുണയുള്ളവനാണ്, രക്ഷിക്കുന്ന ദൈവമാണ്, ശിക്ഷിക്കുന്ന ദൈവമേ അല്ല. അതാണ് ഈ പീഡാനുഭവാരത്തിൽ ഈശോ നിൻ്റെ എല്ലാം ക്ഷമിക്കുകയാണ്, എന്നിട്ട് പരസ്പരം സ്നേഹിക്കുന്ന വഴിയായിട്ട് എൻ്റെ ശിഷ്യന്മാരായിട്ട് മാറണം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ശരിക്കും ഈ 4 കാര്യങ്ങളാണ് പെസഹ പെരുന്നാളിൽ നടക്കുന്നത്. ഒന്നാമതായിട്ട് പാദങ്ങൾ കഴുകുന്നു, രണ്ടാമതായിട്ട് പൗരോഹിത്യം സ്ഥാപിക്കുന്നു, മൂന്നാമതായിട്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു, നാലാമതായിട്ട് പുതിയൊരു പ്രമാണം, കൽപ്പന, സ്നേഹത്തിൻ്റെ പ്രമാണം കർത്താവ് നൽകുകയാണ്. ശരിക്കും ഈ പ്രമാണം അതൊരൊറ്റപ്പെട്ടൊരു സംഭവമായിട്ടല്ല, ഈ വിശുദ്ധ വാരത്തിൻ്റെ മുഴുവൻ ഒരു ആകെ തുകയാണ് ഈ പ്രമാണ സ്നേഹം. അത് ഓശാന തൊട്ട് ഉയർപ്പ് വരെ എല്ലാ ശുശ്രൂഷകളിലും കർത്താവിൻ്റെ ജീവിതം മുഴുവൻ ഈ സ്നേഹത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നതായിരുന്നു. അതാണ് ശരിക്കും ഈ ഓശാന പെരുന്നാളിൽ നമ്മൾ വിശ്വസിക്കുകയും പഠിക്കുകയും അനുഭവിക്കുകയും അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കുകയും ചെയ്യുന്നത്. അതാണ് ഈ പെരുന്നാളിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്.
ഓശാന അതും യഹൂദന്മാരുടെ ജീവിതത്തിൽ അവരുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു പെരുന്നാളാണ്. ഓശാന എന്ന് പറയുന്നത് അതൊരു മുദ്രാവാക്യം പോലെ അന്നത്തെ സമൂഹത്തിൽ ധീര യോദ്ധാക്കളൊക്കെ സ്വീകരിക്കുമ്പോൾ അവരിങ്ങനെ ഓശാന ഓശാന എന്ന് പറഞ്ഞിരുന്നു. ഓശാന ശരിക്കും ഈ മനുഷ്യരുടെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ഒരു നിലവിളിയാണ് ഓശാന എന്ന് പറയുന്നത്. അത് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് വർഷത്തിൽ ഒരിക്കൽ ജെറുസലേം ദേവാലയത്തിൽ പോയി നേർച്ച കാഴ്ചകൾ സമർപ്പിക്കണം, ബലിയർപ്പിക്കണമെന്ന് നിയമമുണ്ടായിരുന്നു. അങ്ങനെ ഈ ആരാധിക്കുന്ന സമൂഹം ജെറുസലേമിലേക്ക് വരുമ്പോൾ അവർ ദേവാലയത്തിൽ കാണുന്നത് അധികാരവർഗം, പുരോഹിതവർഗം, അവിടെ കച്ചവടവും വലിയ ബിസിനസ്സും ലാഭവും പലിശയും അങ്ങനത്തെ ദേവാലയത്തിന് നിരക്കാത്ത കാര്യങ്ങളായിരുന്നു, ആത്മീയതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ മനുഷ്യർ ഈ ആത്മീയതയ്ക്ക് നിരക്കാത്ത കാര്യം ഇവിടെ നടക്കാൻ പാടില്ല. അത് മാറ്റാൻ യേശുവിനെ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ ഓശാന, അവർ കരയുകയാണ്. ഈ സാഹചര്യം മാറിക്കിട്ടണം. ഓശാന, അതാണ് ഒന്നാമത്തെ കൂട്ടം ആളുകളുടെ ഓശാന, നിലവിളി അതാണ്. രണ്ടാമത് ഈ പട്ടിണിപ്പാവങ്ങളായ ആളുകളാണ്. അന്ന് പാലസ്തീനിലുണ്ടായിരുന്ന ആളുകൾ. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പാലസ്തീൻ റോമൻ അടിമത്തത്തിലാണ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു വ്യക്തി സ്വാതന്ത്ര്യമില്ല. അവരുടെ അധ്വാനത്തിൻ്റെ എല്ലാം ഫലം നികുതിയായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ അവർ ഒരു സ്വാതന്ത്ര്യമില്ലാതെ ഇങ്ങനെ അടിമത്തത്തിൽ കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു സ്വാതന്ത്ര്യം കിട്ടണം. അവർ നോക്കുമ്പോൾ യേശു ലാസറിനെ ഉയർപ്പിച്ചു, അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു. ചെറുപ്പക്കാരനാണ്. യേശുവിനെ അവരവരുടെ വിമോചകനായിട്ട് കണ്ടു. അവർ നിലവിളിക്കുകയാണ്, കരയുകയാണ്. ഓശാന എന്ന് പറഞ്ഞാൽ രക്ഷിക്കണം എന്ന് അവരും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ഓശാന പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത്, ഈ ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം നാഥ ഇപ്പോൾ രക്ഷിച്ചാലും എന്നാണ്. ഇപ്പോൾ രക്ഷിച്ചാലും ആളുകളൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇതൊരു കഴിഞ്ഞ ഒരു ചരിത്ര സംഭവമായിട്ടാണ് ഇപ്പോൾ രക്ഷിക്കണം എന്ന് പറയുന്നത്. ഓശാനയൊന്നും അങ്ങനെയൊന്നുമല്ല. ഇന്നും മനുഷ്യജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഓശാന എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ പറയും, ഇഷ്ടംപോലെ പറയും. ഇപ്പോൾ ഈ റഷ്യയിൽ ഉക്രൈൻ യുദ്ധം നടക്കുകയാണ്. എത്ര ലക്ഷം ആളുകളാണ് അവിടുന്ന് അഭയാർത്ഥികളായിട്ട് മറ്റ് രാജ്യങ്ങളിലോട്ട് പോകുന്നത്. ഇവരുടെയൊക്കെ മനസ്സുള്ള നിലവിളി എന്നതാ, നാഥ ഇപ്പോൾ രക്ഷിക്കണം. അതാണ് ഈ നമ്മുടെ കേരളത്തിൽ ഈ വെസ്റ്റേൺഘാട്ടിലെ മനുഷ്യർ മുഴുവൻ വന്യമൃഗശല്യം, അല്ലെങ്കിൽ ഇക്കോ സെൻസിറ്റീവ് സോൺ, ബഫർ സോൺ, എന്തെല്ലാം നിലവിളികളാണ് ഈ കുടിയേറ്റ കർഷകർക്ക്. അവരുടെ ഓരോ ദിവസത്തെ പ്രാർത്ഥന എന്താ, നാഥ ഇപ്പോൾ രക്ഷിക്കണം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഓശാന അതാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ കുറേ കർഷകർ പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്ക് വലിയ മാർച്ച് നടത്തി. അവർ വലിയ പ്രതിസന്ധിയിലാണ് കർഷകർ. അപ്പോൾ അവരുടെ മനസ്സിലെ നിലവിളിയും പ്രാർത്ഥന എന്താണ്, ഇപ്പോൾ രക്ഷിക്കണം. അപ്പോൾ അവരുടെ ജീവിതം ഓശാന അതാണ്. നാളുകൾക്ക് മുമ്പ് ഈ തീരപ്രദേശം മുഴുവൻ സുനാമി ഉണ്ടായി, ഓക്കി ഉണ്ടായി. ആളുകൾക്ക് വീടും കുടുംബമൊക്കെ നഷ്ടപ്പെട്ടു, വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. അവർക്കെല്ലാം നഷ്ടപ്പെട്ട് പലായനം ചെയ്യുമ്പോൾ അവരുടെ പ്രാർത്ഥന എന്താണ്, നാഥ ഇപ്പോൾ രക്ഷിക്കണം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഓശാന അതാണ്. ഓശാന മനുഷ്യജീവിതത്തിൽ സ്ഥിരമായിട്ട്, അത് പ്രകൃതി ദുരന്തമാകാം, കാലാവസ്ഥാ വ്യതിയാനമാകാം, കാർഷിക മേഖലയിലെ പരാജയങ്ങളാകും, അവിടെയെല്ലാം മനുഷ്യൻ നിലവിളിക്കുന്നുണ്ട്, ഇപ്പോൾ രക്ഷിക്കണം. അപ്പോൾ അതൊരു ചരിത്ര സംഭവം, ഇന്നും നടക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടാണ് ഓശാനയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ യേശു ഓശാന പെരുന്നാൾ നടക്കുന്നത് ആദ്യത്തെ ആരാധനാ സമൂഹത്തിന് നിലവിളി കരച്ചിലാണ്. രണ്ടാമത്തെ പട്ടിണിപ്പാവങ്ങളുടെ വിമോചനത്തിലുള്ള കരച്ചിലാണെങ്കിൽ മൂന്നാമത് യേശുവിൻ്റെ കരച്ചിലാണ്. ജെറുസലേം ദേവാലയത്തേക്ക് വന്നിട്ട് ഈ ദേവാലയത്തെയും ആ നാടിൻ്റെ നാശത്തെ ഓർത്തിട്ട് യേശു വിലപിക്കുകയാണ്, കരയുകയാണ്. ശരിക്കും നമ്മൾ ഈ പീഡാനുഭവത്തിലൊക്കെ സ്വയം നമ്മൾ ആത്മശോധന ചെയ്ത കാര്യം, എന്നെ നോക്കി, എൻ്റെ വീടിനെ നോക്കി, എൻ്റെ സഭയെ നോക്കി, എൻ്റെ പള്ളിയെ നോക്കി യേശു വിലപിക്കാൻ പാടില്ല, യേശു കരയാൻ പാടില്ല എന്നുള്ളത്. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, പലപ്പോഴും സഭയിലെ പ്രതിസന്ധികളൊക്കെ ഇന്നുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോഴൊക്കെ തമ്പുരാൻ നോക്കി നിലവിളിക്കുന്നുണ്ടെന്നുള്ളതാണ് ഓശാന നൽകുന്ന ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം. അതാണ്, ആ രീതിയിലാണ് ഓശാനയെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്.
കുരിശുമരണം യഹൂദന്മാരുടെ കാലത്ത് നിലനിന്നിരുന്ന ഒരു ശിക്ഷാവിധിയായിരുന്നു. എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും പാപികളും കുറ്റക്കാരുമായിട്ടുള്ള മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരുന്ന മരണമാണ് കുരിശുമരണം. എന്ന് പറഞ്ഞാൽ ഒരാൾ ശ്വാസം കിട്ടാതെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്ന അതിദാരുണമായ ഒരു മരണമാണ് കുരിശുമരണം. യേശുവിന് അതാണ് വിധിക്കപ്പെട്ടത്. യേശു അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, തൻ്റെ ഏകജാതനം നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച് കർത്താവ് 3 ആണികളിൽ തൂങ്ങി മരിക്കുകയാണ്. അതും ഒരു ചരിത്ര സംഭവം നമ്മളിന്ന് അനുസ്മരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി യേശുവിൻ്റെ കുരിശുമരണം എനിക്കെങ്ങനെയാണ് ഒരു അനുഭവമായിട്ട് മാറുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കേണ്ട എന്താണ്, എന്നെ രക്ഷിക്കാനാണ് യേശു കുരിശിൽ മരിച്ചത്. എൻ്റെ പാപങ്ങളെ പ്രതിയാണ് യേശു കുരിശിൽ മരിച്ചത്. ഈ മനുഷ്യകുലത്തെ വീണ്ടെടുക്കാനാണ് യേശു കുരിശിൽ മരിച്ചത് എന്നുള്ള ഒരു തിരിച്ചറിവിൽ അത് എനിക്ക് അനുഭവവേദ്യമായിട്ട് കുരിശുമരണത്തെ മാറ്റണം. കുരിശുമരണത്തെ ഞാൻ ആ രീതിയിൽ കാണണം എന്നുള്ളത്. എൻ്റെ രക്ഷയെ പ്രതി എന്നെ സ്നേഹിക്കാൻ, എന്നെ ഒരു ദൈവത്തിൻ്റെ മകനാകാൻ യേശു ഈ ത്യാഗം ഏറ്റെടുക്കുകയാണ് എന്നുള്ളതാണ്. അതാണ് കുരിശുമരണത്തിൽ നമ്മൾ കാണുന്നത്. ഉത്ഥാനം ചെയ്ത യേശു ശരിക്കും നടക്കുന്നതാണ്, ഒരു ഫിസിക്കൽ പെർസൺസിൽ നിന്ന് മാറിയിട്ട് യേശു പിന്നെ ഒരു ഫിസിക്കൽ പ്രസൻസ് അല്ല, ഇപ്പോൾ നമ്മളിവിടെ ആയിരിക്കുന്ന ഒരു ഫിസിക്കൽ പ്രസൻസാണ്. പിന്നെ ഒരു ആത്മീയ അനുഭവമാണ്. ലോകത്തിലെവിടെയും സ്ഥലകാല പരിമിതികൾക്ക് അപ്പുറത്ത് യേശുവിൻ്റെ സാന്നിധ്യം ഇമ്മാനുവലായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഫീൽ ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് യേശു ഉത്ഥാനം ചെയ്യുന്നു. അതാണ് ഉയർപ്പ് തിരുനാളിൽ നടക്കുന്നത്. ഉയർപ്പാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം. അതാണ് പൗലോസ് അത് പറയുന്നുണ്ട്. യേശു ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗമൊക്കെ വെറുതെയാണ്, ഞങ്ങളുടെ പഠിപ്പിക്കൽ വെറുതെയാണ്. ഉത്ഥാനമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രം. കർത്താവ് ഉയർത്തിട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കുക. സാധാരണ ഒരാളെ പോലെ മരിച്ചു, അടക്കി തീർന്നു. ആ ചരിത്രം അവിടെ കൊണ്ട് തീർന്നേനെ. ഉത്ഥാനം ചെയ്തുകൊണ്ടാണ് യേശു ഇന്നും മരണമില്ലാത്തവനായിട്ട്, മരണത്തെ അതിജീവിച്ചവനായിട്ട് ഇന്നും നിലനിൽക്കുന്ന ജീവിക്കുന്ന കർത്താവിൻ്റെ ഉത്ഥാനമാണ്. ഫിസിക്കൽ പ്രസൻസ് ഒരിടത്ത് മാറി ലോകത്തിലെല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുന്ന ഇമ്മാനുവേൽ ആ അനുഭവം എല്ലാവർക്കും സംലഭ്യമാകുന്നത് ഈ ഉത്ഥാന പെരുന്നാളിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഈ ദേവാലയത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു. സമാഗതമാകുന്ന ഈസ്റ്ററിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട്